കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാമത് വാക്യം. മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിനും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ ക്ഷമയെന്നുള്ള വാക്കിന് വളരെ ചിന്തകളുണ്ട്, വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഭാഗമാണ് ക്ഷമയെന്ന് പറയുന്നത്, അല്ലേ? ദൈവമക്കളായ നമ്മോട് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തോട് കർത്താവിൻ്റെ വചനത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദീർഘക്ഷമയുള്ളവർ ആയിരിക്കും. ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏതെല്ലാം മേഖലകളാണ് നമുക്ക് ക്ഷമാപണം ലഭ്യമാകുന്നത്? തിരുവചനം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പാപത്തിന് ക്ഷമയുണ്ട്. നിന്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. പാപത്തിന് ക്ഷമയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ തിരുവചനത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അപ്പോൾ തന്നെ ലേഖന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും ഉണ്ട്. ചില പാപങ്ങൾക്ക് ശിക്ഷ മരണമാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല എന്നുള്ളത് വസ്തുതയുമാണ്. തിരുവചനം നമുക്കത് കൃത്യമായിട്ട് അത് നിർദ്ദേശിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഇവിടെ ക്ഷമിക്കപ്പെടാത്തൊരു പാപത്തെക്കുറിച്ച് തിരുവചനം വ്യക്തമാക്കിയാണ്. ക്ഷമിക്കപ്പെടാത്ത പാപം എന്തുവാണ് ഈ ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യപുത്രനോടുള്ള വാക്ക് പറഞ്ഞാൽ അതിന് ക്ഷമയുണ്ട്. സ്തോത്രം. അത് വേറൊരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യനോട് പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. എന്നാൽ ദൈവത്തോടുള്ള പാപത്തിന് ആരോട് നമ്മൾ അപേക്ഷിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അത് തന്നെയാണ് ഇവിടെയും പരാമർശിക്കുന്നത്. മനുഷ്യപുത്രനോട് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ക്ഷമയുണ്ട്. എന്നാൽ ആത്മാവിനെതിരെയുള്ള ദൂഷണം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും അതിനെന്തില്ല? ക്ഷമയില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണങ്ങൾ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള വാചകങ്ങൾ, കൃപാവരങ്ങളോടുള്ള സ്തോത്രം, ചിലരെ വളരെ റാഷായിട്ട് വളരെ സ്തോത്രം ഒരു ബഹുമാനവും കൊടുക്കാതെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണമേ. ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുക. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൽ പറയുന്നതിനെ പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരാളിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രയാസകരമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം, ഇനി ഞാൻ പരിശുദ്ധാത്മാവിലാണ് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്തോത്രം. അങ്ങനെ പറയുന്ന സ്തോത്രം എൻ്റെ വാക്കുകളെ സ്തോത്രം പരിശുദ്ധാത്മ പറയുന്ന വാക്കുകളെ നിങ്ങൾ സ്തോത്രം അതിനെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയോ നിങ്ങളുടെ ഹിതത്തിന് വേണ്ടിയോ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയോ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ അത് നിശ്ചയമായി പാപമാണ്. ഇവിടെ മാത്രമല്ല സ്വർഗത്തിലും അതിന് ക്ഷമയില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൂഷണം ചെയ്ത് സ്തോത്രം ദൈവകോപത്തിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.